ഹിമാലയത്തിന്റെ മലഞ്ചെരുവില് ഇങ്ങനെ ചെമ്മരിയാടുകളുടെ കൂട്ടങ്ങളെ കാണാം. ആ കാഴ്ചയും കണ്ടാണ്ട് ചന്ദ്രതാലിലേക്കില്ലേ ഒരു വലിയ ഓഫ് റോഡാണ് നമ്മളിപ്പോ കേറിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രതാലിലേക്ക് പോണ യാത്ര തന്നെ ഒരു അഡ്വഞ്ചർ ആണ്. കാസ മുതൽ തുടങ്ങുമ്പോ ആദ്യം സ്മൂത്ത് ആയ റോഡേക്കാണ്. പക്ഷെ ലേക്കിനോട് അടുക്കുമ്പോ ഇതൊരു പക്ക ഓഫ് റോഡായി മാറും. ഒരിക്കൽ ടെസ്റ്റ്, വേറൊരിക്കൽ സ്ട്രീം ക്രോസിംഗ്. സാധാരണ വെഹിക്കിൾസ് പോകാൻ ടഫാണ്. അതാണ് ഇവിടെ 4x4 ഡ്രൈവ്സ് കൂടുതലായി കാണുന്നത്. മഞ്ഞുകാലത്ത് ഈ വഴി മുഴുവനായി മഞ്ഞു മൂടും. ഈ ഡെസേർട്ട് വാലി കൂടെ ഓഫ് റോഡ് പോകുമ്പോ ഒരു അടിപൊളി സിനിമാറ്റിക് വ്യൂ തന്നെ നമുക്ക് കിട്ടുക. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ചന്ദ്രതാൽ എത്താനായി. ഹിമാലയത്തിന്റെ വെസ്റ്റേൺ സൈഡിലുള്ള ഹിമാചൽ പ്രദേശിലെ ലാഹോൾ ആൻഡ് സ്പിറ്റി ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു താലാണ് ചന്ദ്രതാൽ. താല് എന്ന് പറഞ്ഞ ഹിന്ദിയിൽ ലേക്ക് എന്നാണ് അർത്ഥം. ഇതിനടുത്ത് വേറെ ഹോട്ടലുകളോ താമസ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് യാത്രക്കാർക്ക് താമസിക്കാൻ ഏക മാർഗം ഈ ടെന്റുകളാണ്. ചന്ദ്രനദിയിൽ നിന്ന് ഊരിത്തിരിഞ്ഞു എന്നൊരു ലേക്ക് ആയതുകൊണ്ടാണ് അതിനെ ചന്ദ്രതാൽ എന്ന് വിളിക്കുന്നത്. ഏതായാലും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4300 മീറ്റർ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പരിസര പ്രദേശം നോ ഓക്സിജൻ ലാൻഡുകളാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന ട്രാവലേഴ്സിന് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരെ സാധ്യതകൾ കൂടുതലാണ്. ഇവിടേക്ക് വർഷത്തിൽ 3-4 മാസം മാത്രമേ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി സമയത്തൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ 30-40 അടി മഞ്ഞിന്റെ അടിയിലായിരിക്കും. ഞാനൊരു ആവേശത്തിലേക്ക് ചാടിന് ശേഷം ആ സത്യങ്ങൾ മനസ്സിലാക്കി. മലന്റെ മേൽന്ന് മഞ്ഞുരുക്കി വരുന്ന ഈ വള്ളത്തിന് -5 ഡിഗ്രി തണുപ്പുണ്ട്. ഇതുപോലെ തന്നെ ഇത് കറങ്ങാനും പറ്റൂല എന്നുള്ള കാര്യം. അപ്പൊ ഇനിയുള്ള വിവരമൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.